വാദത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചു തുടങ്ങിയോ? സുജയ, അല്പസമയത്തിനുള്ളിൽ തന്നെ ആയിരിക്കും ഈ കേസ് എടുക്കുക. അതായത് ആദ്യം അതിൽ വാദം കേൾക്കുക ഈ അടച്ചിട്ട മുറിയിൽ വേണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലായിരിക്കും. അതായത് സ്വകാര്യത മാനിച്ചുകൊണ്ട് ഈ വാദം അടച്ചിട്ട മുറിയിൽ കേൾക്കണമെന്നുള്ളതാണ് പ്രോസിക്യൂഷനും അതേസമയം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അഭിഭാഷകനും ആവശ്യപ്പെട്ടത്. ആദ്യം അക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും. നിലവിലെ വിവരമനുസരിച്ച് 16ാമത്തെ കേസായിട്ടാണ് പരിഗണിക്കുന്നത്. ഇതുവരെ പരിഗണനയ്ക്ക് എടുത്തിട്ടില്ല. അല്പസമയത്തിനുള്ളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. രണ്ടുപേരും ഒരേ നിലയിലുള്ള ആവശ്യം ഉന്നയിച്ചത് കൊണ്ട് തന്നെ സ്വകാര്യത, അതായത് അതിജീവിതയുടെ സ്വകാര്യത തന്നെ പ്രധാനമായിട്ട് മാനിച്ചുകൊണ്ട് അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കുക എന്നുള്ളത് തന്നെയായിരിക്കും കാണാൻ പോവുക. അങ്ങനെയാണെങ്കിൽ പ്രോസിക്യൂട്ടർ ഒപ്പം തന്നെ പ്രതിഭാഗം അഭിഭാഷകൻ, ചിലപ്പോൾ ഒന്നോ രണ്ടോ ജൂനിയേഴ്സ്, മജിസ്ട്രേറ്റ്, ഒരു സ്റ്റാഫ്, ഇതിനപ്പുറത്തേക്കൊന്നും തന്നെ കാണില്ല. അതിനകത്തായിരിക്കും ഈ പുറത്തു വന്ന ചില കാര്യങ്ങളെക്കുറിച്ച്, അതായത് ശബ്ദരേഖ അടക്കമുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ വീഡിയോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, രാഹുൽ സമർപ്പിച്ചിട്ടുള്ള ചില രേഖകൾ, ഇവയെക്കുറിച്ചിട്ടുള്ള വാദമൊക്കെ തന്നെ നടക്കുക. എന്തായാലും ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളാൻ വേണ്ടി പ്രോസിക്യൂഷൻ സമർപ്പിച്ചിട്ടുള്ള രേഖകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിലവിൽ ഡോക്ടറുടെ സമീപത്ത് നിന്ന് കിട്ടിയിട്ടുള്ള, ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുള്ള മെഡിക്കൽ റിപ്പോർട്ട് അത് ഈ കേസിനെ വളരെയധികം സഹായിക്കും. കാരണം അതിജീവിതയുടെ ശരീരത്തിൽ ഏറെ പഴക്കമുള്ള ചില മുറിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കേസിൽ അത് സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. കഠിനമായ ദേഹോപദ്രവം രാഹുൽ മാങ്കൂട്ടത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ ഇതിനകത്ത് പ്രധാനമായിട്ടുമുള്ള ഒരു മൊഴിയായി നേരത്തെ കണക്കിലെടുത്തിരുന്നു. അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള മുറിവുകളാണ് മെഡിക്കൽ റിപ്പോർട്ടിൽ ഉള്ളത് എന്നുള്ളതാണ്. മാത്രമല്ല ശബ്ദരേഖ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കും. തിരുവനന്തപുരം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഏറെക്കുറെ പരിശോധന പൂർത്തിയായിട്ടുണ്ട്. ആ ഫലം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന ഒരു വിവരം. ആ ഇപ്പോൾ രണ്ടാമത്തെ പരാതി KPCC DGPക്ക് അയച്ചിരുന്നു. KPCC പ്രസിഡന്റ് ഫോർവേഡ് ചെയ്തിരുന്നു. അത് ഇപ്പോൾ SITയുടെ പരിഗണനയിലേക്ക് വന്നിരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ ഈ പുതിയ പരാതിയെക്കുറിച്ചും ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷയിന്മേലുള്ള വാദത്തിനിടെ പ്രോസിക്യൂഷൻ സൂചിപ്പിക്കില്ലേ? തീർച്ചയായും സുജയ, അതിൽ പ്രധാനമായിട്ടും പ്രോസിക്യൂഷൻ സൂചിപ്പിക്കാൻ പോകുന്നത് രാഹുൽ ഒരു സ്ഥിരം പ്രശ്നക്കാരനാണ്, അല്ലെങ്കിൽ ഒരു സ്ഥിരം കുറ്റവാളി എന്നുള്ള നിലയിൽ തന്നെ കാണേണ്ടതുണ്ട്. കാരണം ഒന്നിലധികം പരാതികൾ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു. കൂടാതെ ചില ആരോപണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ വന്നു കഴിഞ്ഞു. അതിനെ സാധൂകരിക്കുന്ന ചില തെളിവുകൾ വരെ വന്നു കഴിഞ്ഞു എന്നുള്ളത് ഈ കാര്യങ്ങൾ സ്ഥിരം ഒരു കുറ്റവാളി എന്നുള്ള നിലയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കാണണമെന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പാകെ അറിയിക്കും. അത് വളരെ നിർണായകമാണ് ഈ കേസിനെ സംബന്ധിച്ച്. ഇപ്പോൾ ഈ രണ്ടാമതായിട്ട് ലഭിച്ചിട്ടുള്ള പരാതി, അതായത് KPCC അധ്യക്ഷൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയിട്ടുള്ള പരാതി, ആ പരാതി SITക്കാണ് DGP കൈമാറിയിട്ടുള്ളത്. ആ പരാതി എന്ന് പറയുന്നത് ഈ കേസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന കേസിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് രാഹുലിന് കുരുക്കായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലാതെ കോടതി പരിഗണിക്കുകയും ചെയ്യും. നിലവിൽ ലഭിച്ചിട്ടുള്ള നിർദ്ദേശം അനുസരിച്ച് SIT ഈ പരാതിന്മേൽ ഉള്ള കാര്യങ്ങൾ, അതിൽ വിശദമായിട്ട് പറയുന്ന കാര്യങ്ങൾ അന്വേഷിക്കും. അതിനകത്ത് സ്ഥലമോ അല്ലെങ്കിൽ പേരോ അല്ലെങ്കിൽ മറ്റു വിവരങ്ങളോ സ്പെസിഫിക് ആയില്ല. രാഹുലിന്റെ പേരും ഒപ്പം തന്നെ രാഹുലിന്റെ സുഹൃത്തിന്റെ പേരുമാണുള്ളത്. അതുകൊണ്ട് ആദ്യം പരാതിക്കാരിയെ ബന്ധപ്പെടുക, പരാതിക്കാരിയെ ഫോണിൽ വിളിച്ച് അന്വേഷിക്കുക. അവർ മൊഴി നൽകാൻ തയ്യാറാണ്, SITയെ കാണാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ SIT സംഘത്തിലുള്ള ഉദ്യോഗസ്ഥർ നേരിട്ട് ചെന്ന് കാണുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യും. 164, അതായത് രഹസ്യമൊഴി രേഖപ്പെടുത്താൻ അവർ തയ്യാറാണോ എന്നുള്ളത് കൂടി വളരെ നിർണായകമാണ് ഈ കേസിനെ സംബന്ധിച്ച്. അതുകൊണ്ട് അവർ ഇതുമായി മുന്നോട്ട് പോകാനുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ അതിന് സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞാൽ അതിൽ കേസ് രജിസ്റ്റർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ മാത്രമായിരിക്കും കേസ് രജിസ്റ്റർ ചെയ്യുക. സംസ്ഥാന പോലീസ് മേധാവി ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശമനുസരിച്ച് SITക്ക് ലഭിച്ചിട്ടുള്ള ഈ രണ്ടാമത്തെ പരാതിയിന്മേലുള്ള പ്രാഥമിക അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ആദ്യം ആ മെയിൽ ID കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമായിരിക്കും നടക്കുക. എന്തായാലും രണ്ടാമതൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചാൽ അത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നിലനിൽക്കുന്ന കേസിന് പുറമെ പ്രത്യേക കേസായി രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതും ഇതേ സംഘം തന്നെ അന്വേഷിക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഇന്ന് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണനയ്ക്ക് എടുക്കുന്ന സമയത്ത് കോടതിക്ക് മുൻപാകെ ഇങ്ങനൊരു പരാതി ലഭിച്ചിട്ടുണ്ടെന്നും ഇതിന്റെ ഉള്ളടക്കം ഇതാണെന്നും ഇയാൾക്കെതിരെ നിരന്തരമായി ഇത്തരത്തിൽ പരാതികൾ ലഭിക്കുന്നുണ്ടെന്നുള്ളതും ഈ കേസിന്റെ ഈ പരാതിയിലെ അന്വേഷണം കൂടി നടക്കുന്നുണ്ടെന്നും അടക്കമുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വ്യക്തമായിട്ട് പ്രോസിക്യൂഷൻ ഉന്നയിക്കും. അത് മുൻകൂർ ജാമ്യത്തെ തടയാനുള്ള എല്ലാ വിധത്തിലുള്ള ഒരു തെളിവായിട്ട്, അല്ലെങ്കിൽ ഈ തെളിവുകൾക്ക് വലിയൊരു ബലം നൽകുന്നതായിരിക്കും ആ പരാതി എന്നുള്ളതാണ് ഇതിനകത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് SIT ഒരു പ്രാഥമിക അന്വേഷണം തുടങ്ങി എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഈ അടച്ചിട്ട മുറിയിൽ എന്തായാലും വാദം കേൾക്കാനുള്ള തീരുമാനത്തിലേക്ക് കടന്നു. അല്പസമയത്തിനുള്ളിൽ തുടങ്ങും എന്നുള്ളതാണ് ലഭിക്കുന്ന ഒരു വിവരം. അഭിഭാഷകർ ഇപ്പോൾ അകത്ത് എത്തിയിട്ടുണ്ട്. അതായത് രാഹുലിന്റെ അഭിഭാഷകൻ, ഒപ്പം തന്നെ പ്രോസിക്യൂട്ടർ, എല്ലാവരും തന്നെ അകത്തുണ്ട്. പോലീസ് സംഘം, അതായത് ഈ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് ഇതിനോടകം തന്നെ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. ആ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമായിരിക്കും ഇതിലേക്ക് റിപ്പോർട്ട് പരിശോധിക്കും. ഒപ്പം തന്നെ ഈ അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കുന്നതുമായി ബന്ധപ്പെട്ട വാദം, അതായത് അടച്ചിട്ട മുറിയിൽ വേണമോ എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ഒരു വാദം